ട്രംപ് വീണ്ടും തീരുവ ചുമത്തിയിരിക്കുന്നു. മരുന്നുകൾക്കാണ് ഇത്തവണ തീരുവ ചുമത്തിയിരിക്കുന്നത്. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇതിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പെട്ടെന്ന് ഇങ്ങനെയുള്ള നീക്കത്തിന് എന്താണ് കാരണം? ഇത് പെട്ടെന്നുള്ള നീക്കമല്ല. നമ്മൾ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അതായത് ഏറ്റവും അവസാനം ട്രംപ് കൊണ്ടുവരുന്ന ഒരു തീരുവ എന്ന് പറയുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തായിരിക്കും. അതിന് മുമ്പ് ഇവർ വേണ്ടുവോളം ആവോളം മരുന്നുകൾ വാങ്ങി സൂക്ഷിച്ചു വെക്കും. ആ സൂക്ഷിച്ചു വെച്ച് അവർക്ക് ആവശ്യമുള്ള, അതായത് ഏതാണ്ട് ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള ഇത്തരത്തിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, മരുന്നുകളായിക്കോട്ടെ, ഈ രംഗത്തുള്ള കാര്യങ്ങളെല്ലാം ഇവർ ആദ്യമേ വാങ്ങി സൂക്ഷിക്കുക. സൂക്ഷിച്ചതിന് ശേഷം മാത്രം ഏറ്റവും അവസാനം എന്ന് പറയുന്നത് പോലെ ഈ മരുന്നുകൾക്കും ഈ ഒരു രംഗത്തേക്ക് കൂടി, ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് കൂടി തീരുവ ഏർപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തീരുവ ചില്ലറ തീരുവയൊന്നുമല്ല, 100% തീരുവ ചുമത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ ഇന്ത്യ ഒരു കാര്യത്തിനും വഴങ്ങാതിരുന്നതിൻ്റെ സകല കലിയും ദേഷ്യവും ഒക്കെ തീർത്തുകൊണ്ടാണ് ഈ രംഗത്തുള്ള തീരുവ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഏതാണ്ട് $29.9 ബില്യൺ മൂല്യമുള്ള ഔഷധ കയറ്റുമതിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉള്ളത്. അപ്പോൾ ട്രംപിന് അറിയാം, ഇവിടെ പിടിച്ചാൽ ഇവനെ തൊട്ടാൽ ഇവിടെ നെഞ്ചു നോവും എന്നുള്ളത് ട്രംപിന് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള കളിയാണ്. നമുക്ക് മുമ്പിൽ വലിയൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത വന്നതോടുകൂടി ഇതിന്റെ ഈ ഫാർമസ്യൂട്ടിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട കമ്പനികളുടെയൊക്കെ ഓഹരി മൂല്യം ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെ അതിനെ നേരിട്ടുവോ ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിനെയും നേരിടും. കാരണം ഈ ഒരു വാർത്ത നമ്മൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിന് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിക്കാണും. നമുക്ക് ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഈ ഒരു വാർത്ത വരികയാണ്, നമ്മളത് പ്രേക്ഷകരോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നയതന്ത്ര തലത്തിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത നീക്കം എന്താണെന്നുള്ളത് അറിയാതിരിക്കാനുള്ള വക ഇല്ലാതൊന്നുമില്ല. അപ്പോൾ ഇന്ത്യ ആ ഒരു കാര്യത്തിൽ നമുക്കും എന്താ പറയുക സോഴ്സുകളുണ്ട്. ഭരണതലത്തിലായാലും നമുക്ക് സോഴ്സുകളുണ്ട്. പല വിവരങ്ങളും നമുക്ക് ചോർന്ന് കിട്ടാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എങ്ങനെ ഇതിനെ മറികടക്കും എന്നുള്ളതാണ്. യു എസിലേക്ക് പോകുമ്പോൾ 2025 ആദ്യ പകുതിയിൽ, അതായത് ഈ വർഷം ആദ്യ പകുതിയിൽ തന്നെ 3.7% മൂല്യമുള്ള ഔഷധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നടന്നിട്ടുണ്ട്. യു എസിൽ ഉപയോഗിക്കുന്ന 45% ജനറിക് മരുന്നുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതാണ്. ബയോമിസിലർ മരുന്നുകളുടെ 15% സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇത് ഒരു വർഷത്തേക്കും ഓക്കെ, ഇനി ഒരു വർഷമല്ല, ഒന്നിലധികം 1.5 വർഷത്തോളം. ഇനി അതുമല്ല, ഇവർ കുറച്ച് മരുന്ന് ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്ന് വയ്ക്കാം. ഈ ശേഖരിച്ചു വെച്ചത് ഓക്കെ, ആ ശേഖരിച്ചു വെച്ചതിനൊരു പരിധി ഉണ്ടല്ലോ. ആ പരിധിക്കപ്പുറം അത് പോകാൻ പറ്റില്ല. ഈ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവിടെ ഇത്ര ശതമാനം, അതായത് ഇത്ര $1 ബില്യൺ മൂല്യമുള്ള ഒരു ഔഷധ നിർമ്മാണ രംഗം അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ട്രംപിന് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അത് കാരണം ഒരു ഔഷധ നിർമ്മാണ യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്രയോ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ്. അത് മാത്രമോ, ഇത്രയും നാൾ നമ്മളെ ആശ്രയിച്ചിരുന്ന മരുന്നുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ഈ സംവിധാനങ്ങളെല്ലാം ഒരു വർഷം കൊണ്ട് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു എന്താ പറയുക കമ്പനി അല്ലെങ്കിൽ ആ ഒരു നിർമ്മാണ ഫാക്ടറികളൊക്കെ അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ നിലയിൽ അമേരിക്കയെ സംബന്ധിച്ച് സാധിക്കുന്നതായ കാര്യമല്ല. നമുക്ക് മുന്നിൽ മറ്റു വഴികൾ തേടാം. അമേരിക്കയും മറ്റു വഴികൾ തേടാനുള്ള സാധ്യതകളുണ്ട്. കാരണം അവർക്കറിയാം. എന്തായാലും ട്രംപ് ഇത്രയൊക്കെ പറയുമ്പോഴും ട്രംപിനെ കൃത്യമായിട്ട് അറിയാമല്ലോ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ കളിയാക്കാൻ പറയുമെങ്കിലും പൊട്ടനല്ല. അപ്പോൾ ട്രംപിന് അറിയാം, ഇത് അടുത്ത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ കസേര പോകും, അത് അടുത്ത പ്രശ്നമാകും എന്നുള്ളത് അറിയാം. അപ്പോൾ ട്രംപ് അടുത്ത വഴി തീരുമാനിക്കുന്നു, പോകുന്നുണ്ടാവും. ഇന്ത്യയും അതേ രീതിയിൽ തന്നെ മറ്റു വഴികൾ ഇതിനകം തന്നെ തേടിയിട്ടുണ്ടാകാം. വാർത്തകൾ ഒരുപക്ഷെ പുറത്തു വരാത്തത് കൊണ്ടായിരിക്കാം. എന്നാലും നമ്മൾ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലാണ് ബ്രാൻഡഡ് പേറ്റന്റ് മരുന്നുകൾക്കാണ് ഈ പുതുക്കിയിട്ടുള്ള തീരുവയുടെ ആഘാതം ഏറ്റിരിക്കുന്നത്. മരുന്നുകൾക്ക് പുറമെ ഹെവി ട്രക്കുകൾക്ക് 25%, അടുക്കളയിലെ ക്യാബിനറ്റുകളുണ്ടല്ലോ, ബോക്സുകളൊക്കെ, അത് ബാത്റൂമിലെ സിങ്ക് ബോക്സുകൾ എന്നിവയ്ക്കുമൊക്കെയും ഈ ഒക്ടോബർ 1 മുതലാണ് ഈ ഒരു തീരുവ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അത് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. അപ്പോൾ ദിവസങ്ങളില്ല. ഇന്നിപ്പോ 26-ാം തീയതിയായി. ഇനി എത്ര ദിവസമുണ്ട്? ഇത്ര ദിവസം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുകളിലേക്ക് ഈ ഒരു തീരുവ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഇതിനിടയിൽ ഇവൻ കിടന്ന് പിടയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്.
അപ്പോൾ ആ പിടച്ചിൽ എങ്ങനെ മറികടക്കും എന്നുള്ളത് മറ്റൊരു വശമാണ്. എന്തായാലും ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം എന്ന് പറയുന്നത് മൊത്തത്തിൽ ആഗോളതലത്തിൽ വലിയ പ്രശ്നങ്ങൾ, ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആകെ ഉലയ്ക്കുമെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വ്യാപാര യുദ്ധം എന്ന് പറയുന്നത് വേറൊരു തലത്തിലേക്ക് തന്നെ കടക്കുക കൂടിയാണ്. മരുന്നുകൾക്ക് മേൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചെറിയ തീരുവ മാത്രമാണ് എന്നാണ് പറഞ്ഞത്. ഇനി ഈ ട്രംപിന്റെ ഏറ്റവും അധിക തീരുവ എത്രയാന്നുള്ളത് അറിയില്ലേ? 100% എന്ന് പറയുന്നത് ചെറിയ തീരുവ എന്നാണ് ട്രംപ് വിലയിരുത്തുന്നതെങ്കിൽ, ട്രംപിന്റെ പോയ ബുദ്ധിയിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഏറ്റവും മോശമായ ഒരു ബുദ്ധിയിൽ ട്രംപിന് ഒരുപക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, ഈ ലൈസോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ കോവിഡൊക്കെ പോകുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഏത് പുസ്തകമാണെന്നൊന്നും അറിയില്ല. അതിൽ നിന്നാണോ ഈ എന്താ പറയുക കാലം ചെന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ആവശ്യമില്ലാത്ത കുടുക്കുകളിൽ ചാടിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അറിവുകളൊക്കെ കിട്ടുന്നത് എന്നുള്ളത് അറിയില്ല. എന്തായാലും ആ ബുക്ക് എഴുതി കൊടുത്തവരെ അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം കൊടുത്തവരെയൊക്കെ സമ്മതിക്കണം. എന്തായാലും ഇത് 150% പോകാൻ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 100% എന്ന് പറയുന്നത് ചെറുതാണെങ്കിൽ 150 പോകാം, പിന്നീട് 250 പോകാം, ഇനി 500 പോകാം. റഷ്യക്ക് മേളിൽ 500 ചുമത്തുന്നുണ്ടല്ലോ, അപ്പോൾ 500 പോകാം എന്നുള്ളതാണ്. ഈ അമേരിക്കയിലേക്കുള്ള റോബോട്ടിക്സ്, വ്യാവസായിക മെഷീനറികൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെയൊക്കെ ഇറക്കുമതിക്ക് മേൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മരുന്നുകൾക്കുൾപ്പെടെ ട്രംപ് ഈ ഉയർന്ന താരിഫ് ഉയർപ്പെടുത്തുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം വരെ, അതായത് ഇന്നലെ വരെ 25-ാം തീയതി വരെ ദേശീയ സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ബാധകമല്ല, അല്ലെങ്കിൽ 24-ാം തീയതി വരെ. ഇനി പോട്ടെ, കഴിഞ്ഞ മാസം അവസാനം വരെ ദേശീയ സുരക്ഷ എന്ന് പറയുന്ന ഒരു സംഭവം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഏത് മരുന്ന് അല്ലെങ്കിൽ ഏത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അവിടെ ഒരു വിഷയം ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടി സത്യത്തിൽ ട്രംപ് ലോകത്തിനോട് പറയണം. കാരണം മെഡിക്കൽ രംഗമാണ്, ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങളും ജീവൻ രക്ഷാ മരുന്നുകളുമാണ്. അപ്പൊ അത്തരത്തിൽ ഇന്ത്യക്കു മേലിലേക്ക് അത്തരത്തിലൊരു ദേശീയ സുരക്ഷയെ ബാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് തരത്തിൽ അവിടെ ബാധിച്ചു എന്നുകൂടി പുറത്തു പറയാനുള്ള മാന്യത ട്രംപ് അവിടെ കാണിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഈ മരുന്നിന് 100% ഈ പറയുന്ന തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ നടപടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ല കേട്ടോ, യൂറോപ്യൻ യൂണിയനുണ്ട്, കാനഡയ്ക്കും ഉണ്ട്. ഇവർക്ക് കൂടി ഇത് ബാധകമാണ്, ഇവർക്ക് കൂടി ഇതെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സത്യത്തിൽ എല്ലാ വാതിലുകളും ഷട്ടറിട്ടടക്കുകയാണ്. ഒരാൾക്കും കയറി ചെല്ലാനായിട്ട്, അമേരിക്കയിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു വഴി പോലും അവശേഷിപ്പിക്കാതെ മൊത്തം ഷട്ടർ ഇട്ടുകൊണ്ട് ആ ജനതയെ മുഴുവൻ ശ്വാസം മുട്ടിച്ച് ഇല്ലാതെയാക്കാനുള്ള ഒരു നടപടികളിലേക്ക് ട്രംപ് പോകുന്നുവെന്ന് പലപ്പോഴും ട്രംപിയൻ തീരുമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നത് തന്നെ വലിയ എന്താ പറയുക അഭിമാനമോ അല്ലെങ്കിൽ വലിയൊരു അത്ഭുതമായിട്ടൊക്കെ ചില സമയങ്ങളിൽ തോന്നിപ്പോകുന്നത് ഇത്തരത്തിലുള്ള ഈ സ്വാതന്ത്ര്യം നമുക്കിവിടെ ഉണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങളിലേക്ക് നമ്മുടെ ഭരണകൂടങ്ങൾ ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് മുമ്പിലേക്കും മറ്റു വഴികളുണ്ടാവും. നമുക്ക് ആരുമായിട്ട് ചങ്ങാത്തത്തിലായ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഭാരതം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത്തരത്തിൽ എന്നും അടിച്ചമർത്തുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബ്ലഡാണ് സിരകളിൽ ഓടുന്നത് ട്രംപിന്. അപ്പോൾ ട്രംപും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് ആ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയാണ്, ആ രാജ്യത്തിന്റെ ജനങ്ങളെ കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.